Software project management is a very essential part of our software engineering because the project can be managed. Okay, professional software engineer always focused on budget and schedule constraints. So the success criteria for a project management is vary from project to project. But most of the project, some important goals. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, ഓരോ പ്രൊജക്ട് മാനേജേഴ്സും അല്ലെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഫോക്കസ് ചെയ്യുന്ന ഏതിലാണ്? ബഡ്ജറ്റിൽ അല്ലെ. മെയിൻ ആയിട്ട് ഓർഗനൈസേഷൻ ബഡ്ജറ്റും അതേപോലെ ഷെഡ്യൂളും ആണ് ഒരു ഫോക്കസ് ചെയ്യുന്ന കാര്യം. സക്സസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ പ്രൊജക്ടിന്റെ സക്സസ് ക്രൈറ്റീരിയ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ജനറൽ ഗോൾസ് ഉണ്ടല്ലോ, ആ ജനറൽ ഗോൾസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡെലിവർ ദ സോഫ്റ്റ്വെയർ ടു ദ കസ്റ്റമർ അറ്റ് ദി അഗ്രീഡ് ടൈം. കീപ് ഓവറോൾ കോസ്റ്റ് വിത്തിൻ ദി ബഡ്ജറ്റ്. Deliver software that meets the customer's expectation. Maintain a happy and well-functioning development team. These are the important general goals. Correct time il project deliver cheyanam. First one, within the cost and budget project keep cheyanam. എത്രയാണോ ബഡ്ജറ്റ് പറയുന്നത് അത് ഡെവലപ്പർ ആയാലും യൂസർ ആയാലും ആ പറയുന്ന ബഡ്ജറ്റിനുള്ളിലായിരിക്കണം നമ്മുടെ പ്രൊജക്ട് കീപ്പ് ചെയ്യേണ്ടത്. തേർഡ് വൺ, കസ്റ്റമേഴ്സിന്റെ എല്ലാ എക്സ്പെക്ടേഷനും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, ഹാപ്പി ആൻഡ് വെൽ ഫങ്ഷനിങ് ഡെവലപ്മെന്റ് ടീം. പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡെവലപ്മെന്റ് ടീം ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം ഇൻ എ സക്സസ്ഫുൾ പ്രൊജക്ട് മാനേജ്മെന്റ്. In software engineering is different from other types of engineering. Okay, software management എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമ്മൾ ട്രഡീഷണൽ സാധാരണ രീതിയിലുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ്റെ അകത്ത് ഡിഫറെന്റ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇസ് എ ചലഞ്ചിങ് ടാസ്ക്. The first one is the product is intangible. The product is intangible. A manager of civil engineer. Civil engineering ലാത്ത ഒരു മാനേജർ കൺസിഡർ ചെയ്യാം. അദ്ദേഹത്തിന് ആ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുമ്പം അതിന്റെ ഓരോ സ്റ്റെപ്പും എന്താണ്? വിസിബിൾ ആയിരിക്കും അല്ലെ. ഈ സ്റ്റെപ്പ് ക്യാൻ ബി വിസിബിൾ. ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണോ ആ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് ആ എഞ്ചിനീയർക്ക് വിസിബിൾ ചെയ്യാൻ പറ്റും. എത്ര പാർട്സ് അൺഫിനിഷ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിട്ട് അല്ലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സംബന്ധിച്ചിട്ട് എന്താണ് പ്രോബ്ലം? നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് വിസിബിൾ ആവില്ല. എത്രമാത്രം കോഡ് ഫിനിഷ് ആയിട്ടുണ്ട്, അതിൽ എന്തൊക്കെ പാർട്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഡീറ്റെയിൽഡ് സ്റ്റഡി മാത്രം നടത്തിയാൽ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂ. ഖദീജ, it cannot seen or touched ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് intangible. Cannot see the progress by simply look the source code. That is the main thing. Second one, large software projects are often one-off projects. Large software projects are often one-off project. Large projects എന്ന് പറയുന്നത് സാധാരണ നോർമൽ പ്രീവിയസ് പ്രൊജക്ടിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് സംഭവം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, ഓരോ പ്രൊജക്റ്റും. അപ്പൊ മാനേജറിന് എന്തുണ്ടാവണം, അല്ലെങ്കിൽ ആ ഡെവലപ്പറിന് എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവണം. എങ്ങനെയുള്ള എക്സ്പീരിയൻസ്? പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്. ഇറ്റ് ക്യാൻ ബി ഗെയിൻ ഫ്രം പ്രീവിയസ് എക്സ്പീരിയൻസ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എപ്പോഴും ടെക്നോളജിക്കൽ ചേഞ്ച് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എപ്പോൾ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാലും അത് കറക്റ്റ് ആയിട്ട് ആ ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്യാനും അതേപോലെ യുണീക്ക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനും
മാനേജേഴ്സ് ഓൾവേസ് കെയർഫുൾ ആയിരിക്കണം. മാനേജേഴ്സ് ഓർ ഡെവലപ്പേഴ്സ് ഓൾവേസ് കെയർഫുൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ലാർജ് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് ആർ ഓഫൺ വൺ ഓഫ് പ്രൊജക്ട്സ്. വൺ മാൻ ഷോ ആയിരിക്കും മിക്കവാറും സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ടീം മെമ്പേഴ്സ് ഒക്കെ ചേർന്നിട്ടായിരിക്കാം, ബട്ട് ഒരു മെയിൻ ഒരു അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിയാണ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിന് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഒരു വൺ മാൻ ഷോ ആണ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. തേർഡ് വൺ, സോഫ്റ്റ്വെയർ പ്രോസസ് ആർ വാരിയബിൾ ആൻഡ് ഓർഗനൈസേഷൻ സ്പെസിഫിക്. ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും വേണ്ടത് അല്ലെ. കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും വെറൈറ്റി ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് അവൈലബിൾ ആവേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം പോരാ, സ്റ്റാൻഡർഡൈസേഷൻ, ഇംപ്രൂവ്മെന്റ്, സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിക്വയർമെന്റ്സ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റാൻഡർഡൈസേഷൻ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്, അപ്ഡേറ്റിംഗ് മെക്കാനിസംസ്, പ്രൊഡക്റ്റ് റിലയബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം. രണ്ട് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലുള്ളത് ആവരുത്. ഡിഫറെന്റ് ഫങ്ഷൻസ്, അതായത് യുണീക്ക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദി തേർഡ് വൺ. Software processes are variable and organization specific. It is impossible to write a standard job description for a software project manager. Some of the most important factors that affect software project are managed. First one, company size. Second one, customer. Software size. Software type. ഓർഗനൈസേഷണൽ കൾച്ചർ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിലും കൺസിഡർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ സോഫ്റ്റ്വെയർ എന്താവുള്ളൂ, പെർഫെക്റ്റ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. The fundamental project management activities for all organization. First one, project planning. Managers are responsible for planning, estimating, and scheduling project development and assigning tasks to people. They can supervise the work to ensure it is carried out and maintain required standard and monitor the progress to check that development is on time and within the budget. പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? പ്ലാനിങ്, എസ്റ്റിമേറ്റിംഗ്, ഷെഡ്യൂളിംഗ്, പിന്നെ അസൈനിങ് വർക്ക് ടു പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്താ, ഓരോ പ്രൊജക്ട് സൂപ്പർവൈസ് ചെയ്യുമ്പോഴും ഓരോ വർക്ക് സൂപ്പർവൈസ് ചെയ്യുമ്പോഴും അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? റിക്വയർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നുണ്ടോ, ദെൻ ഓൺ ടൈമില് ഡെലിവറി നടത്താൻ പറ്റുന്നുണ്ടോ, ബഡ്ജറ്റിൽ വിത്തിൻ ആണോ, ഇത്രയും കാര്യങ്ങൾ പ്രൊജക്ട് പ്ലാനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, reporting. Project managers usually responsible for reporting the progress of a project and managers of the company developing the software. They have able to communicate a range of levels from detailed technical information to management summaries. റിപ്പോർട്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? എല്ലാ കാര്യങ്ങളും അല്ലെ, പ്രോഗ്രസ്, ഓരോ ടൈമിലും നടക്കുന്ന എന്തൊക്കെ പ്രോഗ്രസ് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഒരു സമ്മറി ആയാലും മതി, സമ്മറി റിപ്പോർട്ട്. ഓക്കെ, സമ്മറി എന്ന് പറയുമ്പം എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ എന്തൊക്കെ പ്രോഗ്രസ് അതിൽ നടത്തുന്നു, ഓരോ ഡെവലപ്പിംഗ് സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു, അതിന്റെ സമ്മറി. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുക്കാം, സമ്മറിയും കൊടുക്കാം. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം? ടെക്നിക്കൽ ഇൻഫർമേഷൻ ആയിരിക്കണം. It must be present for further reviews. റിപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് റിവ്യൂസ് ഒക്കെ എത്രമാത്രം പ്രൊജക്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെ എവിടെയാണ് സ്റ്റോപ്പ് ആയിട്ടുള്ളത്, അതിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ട്, അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്.
Third one, risk management. Project managers assess the risk that affect the project, monitor this risk, and take action with the problem. Next one, people management. Project managers are responsible for managing team of people. They have to choose people for their team and establish the ways of working and lead to effective team performance. ടീമിനെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കണം ഏറ്റവും കൂടുതൽ കെയർഫുൾ ആവേണ്ടത്. എഫക്റ്റീവ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അവരുടെ വർക്ക് കറക്റ്റ് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ കെയർഫുൾ. നെക്സ്റ്റ് വൺ, പ്രപ്പോസൽ റൈറ്റിംഗ്. The first stage of software project involve writing proposals. It can give an idea of the work. The proposal describes the objectives of the project and how it will be carried out. There is no format for proposal writing. It can be write through experience. Proposal വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം what is the project, what are going to do. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ എഴുതാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം? ഒരു എക്സ്പീരിയൻസിലൂടെ ആയിരിക്കണം നമ്മൾ പ്രപ്പോസൽ റൈറ്റിംഗ് അച്ചീവ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം പ്രപ്പോസലില്. ബട്ട് എന്താണ്, കൺസൈസ് ആയിട്ട് പ്രിസൈസ് ഫോർമാറ്റിലായിരിക്കണം പ്രപ്പോസൽ റൈറ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി പ്രപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ടാസ്ക് ആണ്. കാരണം എല്ലാ പ്രപ്പോസൽ കണ്ടു കഴിഞ്ഞാലാണല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. സോ പ്രപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. നെക്സ്റ്റ് വൺ, റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് is one of the most important job of a project manager. It involves finding out the risk that may affect the project schedule or the quality of the software. We can taking action to avoid risk. Risk can be categorized according to the type of risk, like technical risk, organizational risk. പല ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ട് അല്ലെ? ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്ക് അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയിലാണ് റിസ്ക് എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊജക്ട് റിസ്ക്. It affects the project schedule or resource. Project schedule or resource. ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഡിസൈനർ നമുക്ക് ലോസ് ആയി, ഒരു ഡിസൈനർ റിസൈൻ ചെയ്തു എന്ന് വിചാരിച്ചോ. ആ പ്രൊജക്ടിന്റെ അകത്ത് ഡിസൈനർ റിസൈൻ ചെയ്തു. അപ്പൊ അതെന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ ആയിരിക്കും, അദ്ദേഹം അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവാണ്. സോ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ? ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടിന്റെ അകത്ത് ഒരാൾ പോവാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ അതാണ് പ്രൊജക്ട് റിസ്ക്. ഫൈൻഡിങ് എ റീപ്ലേസ്മെന്റ് ഡിസൈനർ വിത്ത് അപ്രോപ്രിയേറ്റ് സ്കിൽസ്. സംടൈംസ് കിട്ടുന്ന ഡിസൈനർ അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്രമാത്രം സ്കിൽഫുൾ ആയിരിക്കില്ല. ഇപ്പൊ പ്രൊജക്ടിനെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇറ്റ് മേ ടേക്ക് ലോങ് ടൈം. ദ പ്രൊജക്ട് വിൽ കംപ്ലീറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം. ഇതൊരു വലിയ റിസ്ക് തന്നെയാണ് പ്രൊജക്ടിനെ സംബന്ധിച്ച്. സെക്കൻഡ് വൺ, പ്രൊഡക്റ്റ് റിസ്ക്. ദ റിസ്ക് ദാറ്റ് എഫക്ട് ദി ക്വാളിറ്റി ഓർ പെർഫോമൻസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ബീങ് ഡെവലപ്ഡ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കോമ്പണന്റ്, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കോമ്പണന്റ് അത് ഫെയിലിയർ ആയി, അല്ലെങ്കിൽ വിചാരിച്ച എത്ര പെർഫോമൻസ് ആ കോമ്പണന്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് വിൽ എഫക്ട് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം. സംടൈംസ് ദ സിസ്റ്റം വിൽ ബി സ്ലോവർ. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് റിസ്ക്. തേർഡ് വൺ, business risk. Risk that affect the organization developing or procuring the software. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ പ്രൊഡക്റ്റിന്റെ തന്നെ ടെക്നോളജി വൈസ് കൂടുതൽ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ടെക്നോളജി വൈസ് കൂടുതലായിട്ട്
അഡ്വാൻറ്റേജ് കൊടുക്കുന്ന വേറൊരു പ്രൊഡക്റ്റ്, സെയിം കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് തന്നെ വേറൊരു രീതിയിൽ കോമ്പറ്റേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെ ബിസിനസ് എന്തായിരിക്കും, ഡൾ ആയിപ്പോവും അല്ലെ. ദാറ്റ് ഈസ് ബിസിനസ് റിസ്ക്. ഇറ്റ് എഫക്ട്സ് ദി ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, മാനേജ്മെന്റിനായിരിക്കും അത് കൂടുതലായിട്ട്, ഓർഗനൈസേഷനായിരിക്കും അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. സംടൈംസ് ദീസ് റിസ്ക്സ് ആർ ഓവർലാപ്പ്. ഒറ്റ റിസ്ക് ഒരേ ടൈമിൽ നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മൾട്ടിപ്പിൾ റിസ്ക് എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. For large projects, you should record the result of risk analysis. This is for എന്തിനാണ്, ഫ്യൂച്ചർ റെഫറൻസിന്. ലാർജ് പ്രൊജക്ട്സ് ഒക്കെ ആകുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഡിജിറ്റലി റെക്കോർഡ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചർ റെഫറൻസ് ആണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ റെഫറൻസ്. അപ്പോൾ ഏത് വലിയ വലിയ പ്രൊജക്ട്സിനൊക്കെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വൺ, ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് that affects. First one, staff turnover. It's a project risk. Experienced staff will leave the project before it is finished. So staff turnover project risk ആണ്. Management changes, it is also a project risk. There will be change of company management with different priorities. Hardware unavailability, it's also a project. Hardware that is essential for the project will not be delivered on schedule. Then requirement change, it's multiple risk, project and product. Requirement change, there will be large number of changes to the requirements than anticipated. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് നമ്മുടെ റിക്വയർമെന്റ്സിന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റും സ്ലോവർ ആയി പോവും, പ്രൊഡക്റ്റും ഫെയിലർ ആയി പോവും. ഇപ്പൊ രണ്ട് രീതിയിലുള്ള മൾട്ടിപ്പിൾ റിസ്ക് അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പെസിഫിക്കേഷൻ ഡിലേ, it's also project and product risk. Specification of essential interface are not available on the schedule. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല, സ്പെസിഫിക്കേഷൻ റിക്വയർമെന്റ്സ് കിട്ടുന്നില്ല എങ്കിൽ അവിടെയും പ്രോബ്ലം സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. സൈസ് അണ്ടർ എസ്റ്റിമേറ്റ്, പ്രൊജക്ട് ആൻഡ് പ്രൊഡക്ട്, ദ സൈസ് ഓഫ് ദ സിസ്റ്റം ഹാസ് ബീൻ അണ്ടർ എസ്റ്റിമേറ്റഡ്. സൈസ് ഇത്രയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സൈസിൽ വിത്തിൻ ദാറ്റ് സൈസ് ആയിരിക്കില്ല. അപ്പൊ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവും, ഷുവർ ആണല്ലോ. ദെൻ സോഫ്റ്റ്വെയർ ടൂൾ അണ്ടർ പെർഫോമൻസ്, സോഫ്റ്റ്വെയർ ടൂൾ അണ്ടർ പെർഫോമൻസ്, it affected by product. Software tools that support the project do not perform as anticipated. വിചാരിച്ച പോലെ ടൂള് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഫെയിലർ ആയിരിക്കും. ടെക്നോളജി ചേഞ്ചസ്, it affects the business. The underlying technology on which the system is built is superseded by new technology. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് അത് ഏതെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കും നമ്മൾ അതിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനെ വെല്ലുന്ന വേറൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് അവിടെ കുറയും. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റ്, ഇറ്റ് ഓൾസോ എഫക്ട് ബിസിനസ്. കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റ് ഈസ് മാർക്കറ്റഡ് ബിഫോർ ദി സിസ്റ്റം ഈസ് കംപ്ലീറ്റഡ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കോമ്പറ്റീറ്റ് ചെയ്ത് വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുന്നേ വേറൊരാളെ പ്രൊഡക്റ്റ് ഇറക്കുക. അപ്പൊ അവിടെ എന്തായിരിക്കും നമ്മുടെ ബിസിനസ് അവിടെ എന്തായിരിക്കും ഡള്ളായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സ്മോൾ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ യൂഷ്വലി എന്തൊക്കെ റിസ്ക് വരും എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ. സ്മോൾ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഫോർമൽ ആയിട്ട് യൂഷ്വലി ഒക്കർ ചെയ്യുന്ന കുറെ റിസ്ക്സ് ഉണ്ടാവും. ആ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് കോൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് ലാർജർ പ്രൊജക്ട്സ് ഒക്കെ ആവുമ്പോഴാണ് റിസ്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. ബട്ട് അതിനുള്ള റിസ്ക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസും ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉണ്ടാകുന്നത് എന്താണ്, ഒരു ലിമിറ്റ് വരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ റിസ്ക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ്. Risk management illustrated with the different stages. First one, risk identification. You should identify the possible project and product and business risk. First, എന്താ ചെയ്യേണ്ടത്,
ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ റിസ്ക് അതിൽ ഉണ്ടാവാം എന്ന് നമ്മൾ ഫസ്റ്റ് മുന്നേ കൂട്ടി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് റിസ്ക് ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, റിസ്ക് അനാലിസിസ്. Risk analysis. You should assess the likelihood and consequence of the risk. ഓരോ റിസ്ക് ഉണ്ടാവുമ്പോഴും ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. തേർഡ് വൺ, റിസ്ക് പ്ലാനിങ്. റിസ്ക് പ്ലാനിങ്, you should make plans to address the risk either by avoiding it or minimizing its effect on the project. ചില റിസ്ക് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും, ചിലത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിന്റെ എഫക്റ്റിനെ ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർത്ത് വൺ, റിസ്ക് മോണിറ്ററിങ്. യു ഷുഡ് റെഗുലർലി അസസ് ദി റിസ്ക് ആൻഡ് യുവർ പ്ലാൻ ഓഫ് റിസ്ക് മിറ്റിഗേഷൻ ടു റിവൈസ് ദീസ് വെൻ യു ലേൺ അബൌട്ട് മോർ റിസ്ക്. യൂഷ്വലി ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റിനെ അസസ് ചെയ്യണം. എന്നിട്ട് അതിൽ എന്തൊക്കെ റിസ്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച റിസ്ക് മാത്രമാണോ അല്ല അതിൽ കൂടുതൽ റിസ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാം, യു ഷുഡ് ഡോക്യുമെന്റ് ദിസ് ഔട്ട്കംസ് ഫോർ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ. ഇതൊക്കെ എന്തിനാ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഫ്യൂച്ചറിൽ അനലൈസ് ചെയ്ത് നോക്കാം. അനലൈസ് ചെയ്യൽ മാത്രമല്ല, മാനേജേഴ്സുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റീസുമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താൻ പറ്റും ആ റിസ്കിനെ കുറിച്ചിട്ട്. ഇറ്റ് ഈസ് എൻ ഐറ്ററേറ്റീവ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദി project. Once you find out one risk, you can monitor the situation and detecting the risk. Okay, ആദ്യമേ നിങ്ങൾ റിസ്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യാം, അത് ഒക്കർ ചെയ്യുന്നുണ്ടോ അല്ല അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം, എന്തൊക്കെ റിസ്ക് ഉണ്ടാവും, ഇനീഷ്യലിൽ തന്നെ റിസ്ക് മാനേജ്മെന്റും അതേപോലെ എന്തൊക്കെ റിസ്ക് വരാന്നുള്ള കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വെക്കണം. This is the risk management process. ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്, റിസ്ക് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അനാലിസിസ്, പ്ലാനിങ്, റിസ്ക് മോണിറ്ററിങ്. നെക്സ്റ്റ് വൺ, റിസ്ക് ഐഡന്റിഫിക്കേഷൻ. This is the first stage of risk management process concerned with identifying the risk. Risk identification may be a team process. Managers can solve this risk using his or her experience. Okay, there are 6 types of risk included in risk checklist. First one, technology risk. First one, technology risk. Risk that are derived from the software or hardware technology that is used to develop the system. Second one, people risk. Risks that are associated with the people in the development team. Organizational risk derived from the organizational environment. Tools risk derived from the software tools or other supporting software. Requirement risk that derived from the changes to customer requirement and process of managing requirement change. Estimation risk derived from the management estimation resources required to build the system. എന്തൊക്കെ റിസ്ക് ആണ് ഉണ്ടാവാൻ പറ്റുക, ഒന്ന് ടെക്നോളജി അല്ലെ. ടെക്നോളജി റിസ്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ടെക്നോളജി. അതിൽ എന്തൊക്കെ റിസ്ക് അറൈവ് ചെയ്യാൻ പറ്റുമോ അത്, ദാറ്റ് ഈസ് കോൾഡ് ടെക്നോളജി റിസ്ക്. പീപ്പിൾ റിസ്ക് എന്താണ്, ആ ഡെവലപ്മെന്റ് ടീമിൽ ഏതൊക്കെ പീപ്പിൾ ഉണ്ടോ അവർക്ക് എന്തൊക്കെ അവർ കാരണം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പറ്റുന്ന റിസ്ക് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് പീപ്പിൾ റിസ്ക്. ഓർഗനൈസേഷണൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള റിസ്ക് ആയിരിക്കും. ബിസിനസ്സിന് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ പെട്ടെന്ന് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സെയിം മാനേജ്മെന്റിൽ തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരും, അപ്പൊ അവിടെ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെയാണ് ഓർഗനൈസേഷണൽ റിസ്ക്. നെക്സ്റ്റ് വൺ, ടൂൾസ് റിസ്ക്. എന്തൊക്കെ ടൂൾസ് ആണ്, കോമ്പണൻസ് ഒക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴാണോ ഫെയിലിയർ ആയി പോവാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ടൂൾസ് റിസ്ക്.
ദെൻ റിക്വയർമെന്റ് റിസ്ക്. വിചാരിച്ചതുപോലെ നമ്മുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് അവൈലബിൾ ആണെന്നില്ല, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ റിക്വയർമെന്റിൽ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. എസ്റ്റിമേഷൻ റിസ്ക്. വിചാരിച്ച ബഡ്ജറ്റിനുള്ളിൽ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പറഞ്ഞതിനേക്കാളും കുറവേ ചിലപ്പോൾ പ്ലാൻ. രണ്ട് രീതിയിലും പറയാം. പ്രൈസ് ഇൻക്രീസും ആവാം, ചിലപ്പോൾ ഡിക്രീസും ആവാം. അപ്പൊ ഏതാണെന്നുള്ളത് എസ്റ്റിമേഷൻ റിസ്ക്. ഇത്രയും റിസ്കുകളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 6 ടൈപ്പ്, അറ്റ്ലീസ്റ്റ് 6. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ റിസ്കുകൾ എറൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് 6 റിസ്ക് ആണ് ഉള്ളത്. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക്. എസ്റ്റിമേഷൻ. എസ്റ്റിമേഷനിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ദ ടൈം റിക്വയർഡ് ടു ഡെവലപ്പ് സോഫ്റ്റ്വെയർസ് ആണ്. എസ്റ്റിമേഷനിൽ ബഡ്ജറ്റ് കാര്യം മാത്രമല്ല, ടൈമിനെ പറ്റി കൂടി നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ടൈം കൂടി എസ്റ്റിമേഷനിൽ ഒരു പ്രോബ്ലം ആണ്. ടൈമും അതേപോലെ തന്നെ സൈസും, ഇത് രണ്ടും എസ്റ്റിമേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. വെറും കോസ്റ്റ് മാത്രമല്ല, ടൈമും അതേപോലെ സൈസ്. വിത്തിൻ ദി ടൈം നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ പ്രൊഡക്റ്റിന്റെ സൈസ്, ചിലപ്പോൾ പറഞ്ഞ സൈസ് ആയിരിക്കില്ല, അതിലും കൂടുതൽ സൈസ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് രണ്ട് കാര്യം, ബഡ്ജറ്റ് മാത്രമല്ല, ടൈം, റേറ്റ് ആൻഡ് സൈസ്, ഈ 3 കാര്യങ്ങളും എസ്റ്റിമേഷൻ അണ്ടറിൽ ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഈസ് റീസ്ട്രക്ചേർഡ്. ഡിഫറെന്റ് മാനേജ്മെന്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി സെയിം പ്രൊജക്ട്. മാനേജ്മെന്റ് ചേഞ്ചസ് ഒക്കെ വരാമല്ലോ, ഓരോ പ്രാവശ്യം മാനേജ്മെന്റ് മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അത് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഇറ്റ്സ് ഓൾസോ ആൻ ഓർഗനൈസേഷണൽ പ്രോബ്ലം. ഫിനാൻഷ്യൽ പ്രോബ്ലം. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് എന്താണ്, പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പീപ്പിൾ. ഇംപോസിബിൾ ടു റിക്രൂട്ട് സ്റ്റാഫ് വിത്ത് സ്കിൽസ് റിക്വയർഡ്, or for handling critical modules we cannot get the staff. എന്താ പറഞ്ഞ, ക്രിട്ടിക്കൽ മൊഡ്യൂൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനൊന്നും പെട്ടെന്ന് അവൈലബിൾ ആവില്ല. അതൊരു പ്രോബ്ലം ആണ്. പിന്നെ പർട്ടിക്കുലർ സ്കിൽസ് ഉള്ള ഓരോ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്നൊന്നുമില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ടെക്നോളജി പറഞ്ഞു. പിന്നെ ടൂൾസും. ടൂൾസ് പറഞ്ഞാൽ കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കോഡിനെയും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഒക്കെ ഓൾവേസ് അവൈലബിൾ ആണെന്നില്ല. അല്ലെങ്കിൽ കോമ്പണൻസ് ഒക്കെ ചിലപ്പോൾ എന്തായിരിക്കും, എല്ലാ കോമ്പണൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ റിസ്കിൽ എറേസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് മീൻസ് you have to consider each risk and make a judgment about the probability and seriousness of that risk. എല്ലാ റിസ്കിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ചില റിസ്കുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ചില ടൈപ്പ് ഓഫ് റിസ്കുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. The probability of risk might be assessed as very low. ചില റിസ്കുകൾ വെരി ലോ കാറ്റഗറി ആയിരിക്കും. ആ വെരി ലോ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് പെർസെന്റേജ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ലെസ് ദാൻ 10%. വെരി ലോ റിസ്ക് ഇസ് ലെസ് ദാൻ 10%. ലോ ആണെങ്കിൽ 10 to 25%. പെർസെന്റേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാറ്റഗറി ഓഫ് റിസ്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ലെസ് ദാൻ 10% ആണെങ്കിൽ ഇറ്റ്സ് വെരി ലോ റിസ്ക്. അത്രമാത്രം പ്രോബ്ലം ഒന്നും ഉള്ളതല്ല. ലോ ആണെങ്കിൽ 10 to 25%. മോഡറേറ്റ് ആണെങ്കിലോ 25 to 50. 25 to 50. That is moderate risk. Then high risk. 50 to 75%. 50 to 75%. Very high ആണെങ്കിൽ greater than 75%. പെർസെന്റേജ് നോക്കിയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ദ ടൈപ്പ് ഓഫ് റിസ്ക്. ഗ്രേറ്റർ ദാൻ 75% ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹൈ. 50 to 75 ആണെങ്കിൽ ഹൈ. 25 to 50 മോഡറേറ്റ്. ലോ ആണെങ്കിൽ 10 to 25. ലെസ് ദാൻ 10 ആണെങ്കിൽ വെരി ലോ. ഈ റിസ്ക് അനലൈസ് ചെയ്ത പോലെ തന്നെ അതിന്റെ എഫക്റ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാം. എഫക്റ്റിന് റിസ്ക് മാത്രമല്ല, ആ റിസ്ക് കൊണ്ട് ഉണ്ടാകുന്ന എഫക്ട്സ് ഉണ്ടാവില്ലേ. ഫസ്റ്റ് ടൈപ്പ് കാറ്റാസ്ട്രോഫിക്. ത്രട്ടൻ ദി സർവൈവൽ ഓഫ് ദി പ്രൊജക്ട്. നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ചില റിസ്കുകൾ പ്രൊജക്ടിന്റെ എന്താ പറയാ, പ്രൊജക്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല.
ആ കാറ്റഗറി ഓഫ് റിസ്കിനെയാണ് എന്ത് പറയാ, കറ്റാസ്ട്രോഫിക്. നെക്സ്റ്റ് വൺ സീരിയസ്. സീരിയസ്, ഇറ്റ് വുഡ് കോസ് മേജർ ഡിലേസ്. സീരിയസ് റിസ്ക് ആണെങ്കിൽ ഡിലേ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡിലേ, ഇറ്റ് വുഡ് കോസ് മേജർ ഡിലേസ്. നെക്സ്റ്റ് വൺ ടോളറബിൾ. ടോളറബിൾ റിസ്ക്. Delays are within the allowed contingency. And next one, insignificance. ഇത്രയും റിസ്ക് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാറ്റാസ്ട്രോഫിക്, സീരിയസ്, ടോളറബിൾ ആൻഡ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇത്രയും കാറ്റഗറീസ് നമുക്ക് നോക്കാം. ഇവിടെ കുറെ റിസ്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്, അതിന്റെ പ്രോബിലിറ്റി, അതുപോലെ കറ്റാസ്ട്രോഫിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ നോക്കിയേ, ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ പ്രോബ്ലം ഫോഴ്സ് റിഡക്ഷൻ ഇൻ ദി പ്രൊജക്ട് ബഡ്ജറ്റ്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷനിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം, അത് പ്രോബിലിറ്റി എന്താണ്, ലോ ആണ്. ലോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും, അറൌണ്ട് 10 to 25%. അതായിരിക്കും അതിന്റെ വാല്യൂ. 10 to 25% ആണ് അതിന്റെ വാല്യൂ ആണ്. ഇനി അതിന്റെ എഫക്ട് എന്തായിരിക്കും, കറ്റാസ്ട്രോഫിക്. പെർസെന്റേജ് ലോ ആണെങ്കിലും കറ്റാസ്ട്രോഫിക് ആണ്. എന്താണ്, ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൊജക്ടിനെ തന്നെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറ്റാസ്ട്രോഫിക് ആയിരിക്കും. അതുപോലെ ഇവിടെ കാണാം വേറെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിക്രൂട്ട് സ്റ്റാഫ് വിത്ത് സ്കിൽസ് റിക്വയർഡ്. അതൊരു ഹൈ പ്രോബിലിറ്റി ആണ്. സ്കിൽസ് ഉള്ള സ്റ്റാഫിന് അവൈലബിൾ ആകുന്നില്ല, അതാണ് പ്രോബ്ലം. അപ്പൊ അതൊരു ഹൈ പ്രോബ്ലം ആണ്. ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റഡ് കറ്റാസ്ട്രോഫിക്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാണാം. ഇവിടെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കൂ. കീ സ്റ്റാഫ്സ് ആർ ഇൽ അറ്റ് ദി ക്രിട്ടിക്കൽ ടൈംസ് ഇൻ ദ പ്രൊജക്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ മോഡറേറ്റ് ആണ്. അതായത് പെട്ടെന്ന് ആർക്കെങ്കിലും കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിന് ഇല്ല, ഇപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതൊരു ചെറിയ മോഡറേറ്റ് പ്രോബ്ലം ആണ്. ബട്ട് ഇറ്റ് ഇസ് എ സീരിയസ് എഫക്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ റിസ്കിനെയും അതിന്റെ പ്രോബിലിറ്റി ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും.